ഈ കിടക്കുന്നത് ആരാണെന്ന് നിങ്ങളോട് ആരോടും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ ഒന്നുകൂടി പറയാണ്, ജസ്ന സലീം. ആരോടും പറയണ്ട. ഇവളെ അറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മളെ എന്താ പറയുക, ഗുരുവായൂർ അമ്പലത്തിലെ കണ്ണൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ജസ്ന സലീം. പോരാതെ മറ്റൊരുവനെ കല്യാണം കഴിച്ചിട്ട് അതിലുണ്ടായ ഒരു മോളെ ഉമ്മാൻ്റെ പേരും ഉപ്പാരപ്പരും നിർത്തിയ ഒരു വ്യക്തി. അതും കൂടാണ്ട് അരുൺ എന്ന് പറയുന്ന ഒരുത്തൻ്റെ കൂടെ ഇപ്പം താമസിക്കുന്ന ജസ്ന സലീം. കൂടെ ഒരു മോനുണ്ട് എന്ന് പറഞ്ഞിന്, ഇതുവരെ കണ്ടിട്ടില്ല, എന്നാലും ഉണ്ട് എന്ന് പറഞ്ഞിന്. അങ്ങനെയുള്ള ഒരു വ്യക്തി. പോരെ ജസ്ന സലീമിനെ കുറിച്ചിട്ടുള്ള വിവരണം? ഇതന്നെ ഒരുപാട് ധാരാളം. കണ്ണൻ്റെ ചിത്രമെല്ലാം വരച്ചിട്ട് ലോക പ്രശസ്തി നേടിയ ഒരുവളായി ഇവള്. ഇനി ഇതും ഒരു അഭിനയമാണോ എന്നറിയില്ല. പക്ഷേങ്കിൽ വിശദമായിട്ട് ഈ അരുൺ എന്ന് പറയുന്ന ചങ്ങായി ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കേട്ട് നോക്കാം അല്ലേ. ഈ കിടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊയിലാണ്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ വെച്ച് അവിടുത്തെ ഒരു നേഴ്സ് ഇഞ്ചക്ഷൻ മാറി അതെന്തൊരു വർത്താനം അരുണേട്ട നിങ്ങൾ പറയുന്നത്? ഇഞ്ചക്ഷൻ മാറിക്കുത്തിയെന്നാ? സാധാരണ നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഇന്ന രോഗം എന്ന് പറഞ്ഞാൽ ആ രോഗത്തിനുള്ള ഇഞ്ചക്ഷനല്ലേ അടിക്കേണ്ടത്. അല്ലാണ്ട് അങ്ങനെ നമ്മൾ ഒരു രോഗം പറഞ്ഞ് വേറൊരു രോഗത്തിൻ്റെ ഇഞ്ചക്ഷൻ അടിച്ചു തരുമോ? കുത്തിയതിന് ശേഷം അവളുടെ കാല് ബൾജായാലും കൂടി വീങ്ങി ഒരു എന്താ പറയുക, മന്ത് പിടിച്ച ആൾക്കാരുടെ കാല് പോലെ എല്ലാം കൂടി. എന്നാലും ഭാഗ്യമല്ലേ, ചത്തുപോയിട്ടില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ അത്രക്ക് നല്ല പ്രവൃത്തിയൊന്നുമല്ലല്ലോ ഇവളിപ്പോൾ ഈ ലോകത്തോട് ചെയ്യുന്നത്. മുസ്ലിം വനിതയായ ഇവൾ പോയിട്ട് മറ്റുള്ള ഹിന്ദു മതാചാരത്തിൻ്റെ അമ്പലത്തിലും കൃഷ്ണൻ്റെ അടുത്തെല്ലാം പോയിട്ട് റീലെടുക്കലും തുള്ളലും ചാടലും മറ്റുള്ള അമ്പലങ്ങളിൽ പോക്കും ഇതൊന്നും ഒരു മുസ്ലിമിന് പറഞ്ഞതല്ല. അവനവനിക്ക് പറ്റിയ പണിയെടുക്കണം. ഈ ദൈവകോപം എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടുത്തെ അവർ പറഞ്ഞെന്താ വെച്ചാൽ മരിച്ചു പോകുന്നവരെ സാധ്യത ഉണ്ട്. എന്നിട്ടും മരിച്ചില്ലല്ലോ. മരിച്ചു പോവും എന്നും പറഞ്ഞിട്ട് മരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ മരിക്കൂല, അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കൂല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് ഒരുപാട് നമുക്ക് പറ്റാത്ത തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളൊക്കെ ഈ ലോകത്തുനിന്ന് എടുത്തിട്ട് മാത്രം അനുഭവിച്ചിട്ട് മാത്രമേ പടച്ചവൻ അങ്ങോട്ടേക്ക് വിളിക്കൂ. അത്രക്ക് വേഗം പെട്ടെന്ന് മരിച്ചു പോകേണ്ട പുണ്യമൊന്നും ഇവൾ ചെയ്തിട്ടില്ല. ഇത് കിടത്തുന്നതല്ല, മരണത്തോട് മല്ലടിച്ച് കിടക്കുക. അത്രയും എന്താ പറയുക, ഒരു സ്ഥലത്തേക്ക് നടക്കുമ്പോഴേക്ക് കാല് വീങ്ങി വരിക. അതൊന്നുമില്ല സാറേ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. കാരണം ഗുരുവായൂർ അമ്പലത്തിലെ കണ്ണനുമായിട്ട് കുറച്ച് എന്താ പറയുക ഗുസ്തി കളിച്ചതല്ലേ. അവിടെ കയറാനും അവിടെ പോയിട്ട് റീലെടുക്കാനും അവൻ കണ്ണൻ്റെ ചിത്രം വരച്ചിട്ട് പ്രശസ്തി നേടാനൊക്കെ ഒരുപാട് പാടുപെട്ടതാണ്. അപ്പോൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. റെസ്റ്റ് എടുക്കട്ടെ. കാരണം ഇനിയും ഇവിടുന്ന് എണീക്കാൻ അടിയുണ്ടെങ്കിൽ ഇതിൻ്റെ ഡബിൾ മടങ്ങ് ഇവൾക്ക് ചെയ്യാനുള്ളതാണ് ആ കാലുകൊണ്ട്. ആ ഒരു എന്താ കൊയിലാണ്ടി ടോളിൻ്റെ അടുത്തുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ്, ആ ഒരു നേഴ്സ് കാരണം ഇവളെ ഈ അനുഭവിക്കുന്ന വേദനയും കാര്യങ്ങളും ഇതിൻ്റെ പേരിൽ സ്റ്റേഷനിൽ, അതായത് കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അവിടെ ഉള്ള അവർ വരെ ഈ പോളി ക്ലിനിക്കിലുള്ള സ്ഥാപനത്തിനോട് മാത്രം കൂറും കാര്യങ്ങളും കാണിക്കാൻ നമുക്കൊരു വേണ്ട നടപടിയോ നീതിയും കാര്യങ്ങളൊന്നും തരുന്നില്ല. അത് ചിലപ്പോൾ പോലീസുകാർ വിചാരിച്ചിട്ടുണ്ടാകും ഇതും ഇവളൊരു അഭിനയമാണ്. കാരണം പല അഭിനയങ്ങളും അവർ എന്താ പറയുക സോഷ്യൽ മീഡിയ വഴി ഇവളത് കാണുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ ഇതും അവളുടെ ഒരു അഭിനയമാണെന്ന് കരുതിയിട്ടായിരിക്കാം നിങ്ങൾ പറഞ്ഞ പരാതി പോലീസുകാർ എന്താ പറയുക അനുകൂലിക്കാതിരുന്നത്. അതിന് നമ്മൾ പോലീസുകാരെ കുറ്റം മറ്റൊരു കാര്യമില്ല. നമ്മളെ നടപ്പ് നന്നാവണം, എന്നാലേ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. അന്ന് അവിടെ പോയപ്പോൾ അവർക്ക് സപ്പോർട്ട് ചെയ്ത് പറയുന്നത് ഈ ഒരു ഗതി ഇനി വേറൊരാൾക്ക് വരാൻ പാടില്ല. ആ ഒരു നേഴ്സ് കാരണം ഇവൾ ഈ കിടന്ന് അനുഭവിക്കുന്ന വേദന എന്ന് പറഞ്ഞാൽ കണ്ടാലേ മനസ്സിലാവുള്ളൂ. ഒരു 2-3 സ്റ്റെപ്പ് നടന്ന് പോകുമ്പോഴേക്ക് ഇവർക്ക് ഈ ഒരു വേദന വന്നു കഴിഞ്ഞാൽ പിന്നെ നടക്കാനാവില്ല, കാല് വീങ്ങി വരിക ചെയ്യുക. ഇതിനു മുന്നേ എന്തൊക്കെയായിരുന്നു വീരവാദങ്ങൾ. ആരെങ്കിലും ഒരാൾ ഒരു നല്ലത് പറഞ്ഞു കൊടുത്താൽ അതിനെ എന്താ പറയുക അധിക്ഷേപിച്ച് സംസാരിക്കൽ, അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കൽ, അങ്ങനെയൊന്നല്ല വേണ്ടത്. നമുക്കറിവില്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരുന്ന അറിവ് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ തെറ്റ് നമുക്ക് തന്നെ മനസ്സിലാകുന്നില്ലെങ്കിൽ മറ്റുള്ളവരത് ആ തെറ്റ് മനസ്സിലാക്കി തരുമ്പം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് തെറ്റുന്ന ശരിയിലേക്ക് നീങ്ങണം. അതൊന്നല്ലല്ല ഇവൾ ചെയ്തത്. ഇതിനന്ന് അവിടെ പോയിട്ട് പരാതി കൊടുത്തതിന് ശേഷം അവിടുത്തെ സാറ്
ഇവൾക്ക്, അതായത് ഇവൾക്ക് ഹോസ്പിറ്റലിൽ ചിലവാകുന്ന, അതായത് ട്രീറ്റ്മെൻറ്റിന് ചിലവാകുന്ന എല്ലാവിധ ചിലവും കാര്യങ്ങളും സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, കൊയിലാണ്ടിയുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ അവർ ചിലവഴിക്കണം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അഗ്രിമെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവിടുന്ന് വിട്ടതും. അതിനുശേഷം അവരൊരു എൻക്വയറി നടത്താനോ അല്ലെങ്കിൽ എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാനോ ഒരു കാര്യത്തിനും വന്നിട്ടില്ല. അതിനു വേണ്ടിയുള്ള ഒരു നടപടിയോ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ ഇപ്പോഴും ആ വേദന ഉണ്ടോ എന്ന് പോലും അന്വേഷിച്ചിട്ടില്ല. പിന്നെ ഇതിന് പിന്നെ എന്താ പറയുക, നേരാമണ്ണം എന്താ പറയുക സംഭവിച്ചവർക്കൊക്കെ ഇപ്പോൾ പോയി അന്വേഷിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന ധനസഹായം കിട്ടി. ഇനിയിപ്പോൾ ഒരു ഇഞ്ചക്ഷൻ മാറി കുത്തിയും ചൊല്ലിയിട്ട് നിങ്ങളെ ഈ ചിലവും കാര്യങ്ങളൊക്കെ അവരെടുക്കാൻ, അതെല്ലാം വെറും വാക്ക് മാത്രം കേട്ടോ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഒരു രോഗത്തിന് പോയിട്ട് ചികിത്സിച്ചിട്ട് അവിടുന്ന് അവർ മരുന്ന് മാറി കുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തന്നെ അനുഭവിച്ചോളാം. നമ്മളായിട്ട് തന്നെ എല്ലാം എന്താ പറയുക വേദനയും കാര്യങ്ങളെല്ലാം അനുഭവിച്ച് തീർത്തു. ഇനി ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇതിനു മുന്നേ ചെയ്ത പ്രവൃത്തികളൊന്നും ഇവളത് നല്ലതൊന്നുമല്ല. അതുകൊണ്ട് സാറൊന്ന് പോയിട്ട് എവിടെയെങ്കിലും പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കുക. കാരണം ഇവർക്ക് വല്ല ദൈവകോപാറ്റം കിട്ടാനാണ് സാധ്യത. കാരണം അത്രയ്ക്ക് നല്ല പ്രവൃത്തികളാണല്ലോ ഗുരുവായൂർ അമ്പലനടയിലെല്ലാം പോയിട്ട് ചെയ്തത്. അപ്പോൾ ആ ദൈവകോപം ഈ എന്താ പറയുക കൊയിലാണ്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ നേഴ്സ് രൂപത്തിൽ വന്നതായിരിക്കും. അതുകൊണ്ട് സാർ ഇതിനൊന്നും നിൽക്കാണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും മറ്റുള്ള പ്രവൃത്തികൾ ബാക്ക് ഭാഗത്തെ കൂടി ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ചെയ്യുക. എന്നിട്ട് ജസ്ന സലീം നല്ല 2ാം ജന്മത്തിൽ വരും.